എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രൊഫൈൽ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ പ്രൊഫൈലിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ പ്രൊഫൈൽ, മൈ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ OTP വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ OTP ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുമോ, അതുപോലെ തന്നെ നമ്മൾ സ്വന്തം എഡിറ്റ് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കും കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രൊഫൈൽ കറക്ഷന് പോകേണ്ടി വന്നു. OTP ജനറേറ്റ് ചെയ്തതാണ്, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒരു പ്രാവശ്യം കഴിഞ്ഞവർക്ക്, മൊത്തം സർട്ടിഫിക്കറ്റിൻ്റെയും വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് പിന്നീട് അങ്ങനെ കാര്യമായിട്ട് വിളിക്കാറില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ പോയി ഓഫീസിൽ പോകണോ, അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ കറക്ഷൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തം ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഉള്ളത് ആ ഡിസ്ട്രിക്റ്റ് ഓഫീസിലേക്ക് നേരിട്ട് പോയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്വന്തമായിട്ടും ചെയ്യാം. അതിൽ നമുക്ക് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 SC/ST കോർപ്പറേഷൻ്റെത് ഒരു ഇതുണ്ട്, അതായത് നമുക്ക് സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് DCക്ക് ഈക്വലൻ്റായിട്ട് +2 കമ്പ്യൂട്ടർ സയൻസ് വെക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്, പക്ഷേ സർട്ടിഫിക്കറ്റിൽ നമുക്ക് സയൻസ് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഫൈലിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സയൻസ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷണൽ എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എഡിറ്റിങ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് OTP സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഫൈൽ വഴി എഡിറ്റ് ചെയ്താലും മതി, അതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ OTP സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രൊഫൈൽ നമ്മൾ സ്വന്തം പ്രൊഫൈലിൽ OTP വെച്ചിട്ട് ചെയ്യാം. പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ OTP ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് ഓഫീസിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം അവരോട് പ്രത്യേകം പറയണം OTP ജനറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം ആ ജനറേറ്റ് ചെയ്ത OTP സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ് കോപ്പി വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ തെറ്റ് ഞാനിത് അവിടെ കാണിച്ചു തരാം. എൻ്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതിൽ സയൻസ് എന്നാണ് ഉള്ളത്, പക്ഷേ ഇവിടെ ഇതിന് പകരം ഓപ്ഷണലായിട്ട് വരുന്നതാണ്, അതിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്, അതായത് ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ സയൻസ് എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിലും പ്രൊഫൈലും കൊടുത്തിട്ടുണ്ടായിരുന്ന സയൻസ് തന്നെയാണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷണൽ എന്നുകൂടി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇതിൽ ഇപ്പം ഞാൻ ഓഫീസിലേക്ക് പോയപ്പം അവർ പറഞ്ഞത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഫോം വേണം, അതായത് പ്രൊഫൈൽ കറക്ഷൻ്റെ ഫോം വേണം. അപ്പോൾ അടുത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് പ്രൊഫൈൽ കറക്ഷനുള്ള ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിലേക്ക്, അതായത് അല്ലാതെയുള്ള ഫോമുകൾ പറ്റില്ല. നമ്മൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് എടുക്കുക, പ്രൊഫൈൽ കറക്ഷനുള്ള ഫോം എടുക്കുക. അതിനുശേഷം അത് ഫില്ലപ്പ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഫോട്ടോസ്റ്റാറ്റുകൾ എന്ന് പറഞ്ഞാൽ SSLC +2, എൻ്റെതിപ്പോൾ +2 ആണ് എഡിറ്റ് ചെയ്യാനുണ്ടായത്, അതുകൊണ്ട് തന്നെ +2, പിന്നെ ആധാർ കാർഡ്. നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷനായിട്ട് പോവുകയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, SSLC ബുക്കും ആധാർ കാർഡും മസ്റ്റാണ്. അത് ഒറിജിനൽ കൊണ്ടുപോയിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഓഫീസിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുക. എന്നോട് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് +2ൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് +2ൻ്റെയും SSLCയും എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് നിങ്ങൾ PSCയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കറക്ഷനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകുമ്പോൾ SSLC സർട്ടിഫിക്കറ്റും പിന്നെ ആധാർ കാർഡും ഒറിജിനൽ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് പ്രൊഫൈലിൽ നിന്ന് ഫോം എടുത്തതിന് ശേഷം അവിടെ ഫില്ലപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ 3 ഫോട്ടോസ്റ്റാറ്റുകൾ കൊടുത്തതിന് ശേഷം അവിടുന്ന് അറ്റസ്റ്റ് ചെയ്ത് തരും. അറ്റസ്റ്റ് ചെയ്ത ആ ഒരു ഫോം എനിക്ക്
വേറെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഓൾറെഡി ഉണ്ട്. ആ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സിലല്ല പ്രശ്നം വന്നത്, അതിൻ്റെ ഒരു പേരിൽ മാത്രമേ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഇത് +2 എനിക്ക് സ്കാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഫോം മാത്രം സ്കാൻ ചെയ്തു. അതിനുശേഷം പിന്നെയും പോയി വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം OTP ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഇതുപോലെ വിളിച്ചിട്ട് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്യാതെ ഓഫീസിൽ പോയിട്ട് ചെയ്യുക. ഓഫീസിൽ പോയി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. OTP ജനറേറ്റ് ചെയ്യണം എന്ന് തന്നെ പറയാം. ഓഫീസറെ കൊണ്ട് OTP ജനറേറ്റ് ചെയ്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം തിരിച്ചു വരിക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ OTP സർട്ടിഫിക്കറ്റ് ഭാവിയിൽ നമുക്കിപ്പം ജോലി കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് വെരിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് OTP സർട്ടിഫിക്കറ്റ്. അപ്പോൾ പിന്നെയും അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്യുന്നുണ്ടോ പ്രൊഫൈലിൽ, അതിനൊക്കെ OTP സർട്ടിഫിക്കറ്റ് അപ്പോൾ ജനറേറ്റ് ചെയ്യിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ആ OTP സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും പിന്നെ 2-3 കോപ്പി ഇതും ഹാർഡ് കോപ്പിയും എടുത്തു വെക്കുക. അത് പ്രിൻറ്റും എടുത്തു വെക്കുക. പിന്നെ വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇതിൽ മറ്റുള്ളവർക്ക് ചിലർക്ക് ഇതുണ്ടാവും, അതായത് ഫോൺ നമ്പറോ അല്ലെങ്കിൽ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ വഴി എഡിറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. OTP ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞവർക്കാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ നോക്കിയിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു സാഹചര്യം വന്നതുകൊണ്ട് ഇതുപോലെ കുറേ പേർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കും നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.